കാഫർ സ്ക്രീൻഷോട്ട് 2 വർഷത്തിന് മേലെയായി ഞങ്ങൾ അതിന്റെ പിന്നാലെ. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാന നിമിഷം ഇങ്ങനെ വളരെ പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന രൂപത്തിലുള്ള വർഗീയ പ്രചരണങ്ങളാണ് പിന്നീടുണ്ടായത്. അത് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്ന് നമ്മളാരും ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആര് എന്ന് കണ്ടെത്തുന്നത് പിന്നെ പോലീസും SITയും അതിന്റെ സംഗതികളൊക്കെ അടക്കുക. പക്ഷെ ഒരു SITയും ആവശ്യമില്ലാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ ഇവിടെ നടത്തിയ പ്രസംഗമുണ്ട് CPMന്റെ. ആ പ്രസംഗം പൂർണ്ണമായും വിഭാഗീയതയുണ്ടാക്കുന്ന, നാട്ടിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്ന വിദ്വേഷ പ്രചരണം പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളാണ് കുറ്റ്യാടി വടകര പാർലമെന്റിൽ മുഴുക്ക നടത്തിയത്. വലിയ കലാപത്തിലേക്ക് നാട് പോകും എന്ന് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ നമ്മൾ കാണേണ്ടത് ഇത് നമ്മളല്ല, UDFന് ഇതിലൊരു ബന്ധവുമില്ല. ഇത് ഷാഫിയുമായി ബന്ധപ്പെട്ടതേയല്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു കേസ്, ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വന്നപ്പോൾ തന്നെ ആ സ്പോട്ടിൽ വൈകുന്നേരം 6:30 മണിക്കാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. അപ്പം തന്നെ ഞങ്ങൾ വടകര റൂറൽ SPയുടെ അടുത്ത് പോയി മുഹമ്മദ് കാസിമിനെയും കൂട്ടി കാസിമിന്റെ ടെലിഫോൺ സറണ്ടർ ചെയ്തു. എന്നിട്ട് SPയോട് പറഞ്ഞു, നിങ്ങൾ കാസിം കുറ്റക്കാരനാണെങ്കിൽ നിങ്ങൾ ടെലിഫോൺ പരിശോധിച്ച് കാസിമിനെ കസ്റ്റഡിയിൽ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ധാരണയില്ല, കാസിമിന്റെ ടെലിഫോണൊക്കെ വാങ്ങി പരിശോധിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇതിവിടെ വെച്ചോ, പരിശോധിച്ചിട്ട് തന്നാൽ മതി. ഞങ്ങൾ പരാതി കൊടുത്തു. കാസിം ഇങ്ങനെ എനിക്കെതിരെ ഇങ്ങനെ തീർത്തും മോശമായ രൂപത്തിൽ ഒരു വർഗീയ ഇത് കുഴപ്പമുണ്ടാകുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പം നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ ആരാണിത് ഇപ്പം ചെയ്തത് എന്ന് കണ്ടെത്തി നടപടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. അത് അവിടെ കേസ് ചാർജ് ചെയ്യാൻ ഇവർ തയ്യാറായില്ല. പെറ്റീഷൻ അവിടെ വാങ്ങി വെച്ചു. രാത്രി 8:30-9 മണിക്ക് CPM ഓഫീസിൽ നിന്ന് ഭാസ്കര മാഷ് വിളിച്ച് പറയാണ്, ഇങ്ങനെ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ഒരാൾ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാകുന്ന രൂപത്തിലുള്ള വലിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാസിമിനെതിരെ 153A വകുപ്പിട്ട് ജാമ്യമില്ലാ വകുപ്പാണ് ഇട്ട് കേസെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പോലീസ് അച്ചടക്കമുള്ള കുഞ്ഞാടായി. എന്താണോ CPM ഓഫീസ് എന്ന് പറഞ്ഞത് അതുപോലെ FIR ഇട്ട് ഒരു അന്വേഷണം പോലും നടത്താതെ ഒരു ചെറിയ പയ്യന്റെ പേരിൽ 153A വകുപ്പിട്ടിട്ട് കേസെടുക്കുക ചെയ്തത്. ആ കേസ് നിങ്ങൾ കാണേണ്ടത് ഞങ്ങൾ കൊടുത്ത, കാസിം കൊടുത്ത കേസ് എടുത്തില്ല. ഇപ്പോ ഈ അവസ്ഥ, ഇവിടെ ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് CPM കൊടുത്ത ക്രൈം നമ്പർ 410 വെച്ചാണ്. ഇപ്പോ 410 നമ്പർ കേസാണ് ഇപ്പോ അതിൽ അന്വേഷിച്ചു. ആര്? CPMകാര് ഇങ്ങനെ കാസിമിനെതിരെ കൊടുത്ത് റിപ്പോർട്ട് ഉണ്ടാക്കി അതിന്റെ പേരിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു. ആ അന്വേഷണം നടത്തിയില്ല ഇവര്. ഞങ്ങൾ ഹൈക്കോടതി പോകേണ്ടത്. SPയുടെ അടുത്ത് പോയി, IGയുടെ അടുത്ത് പോയി, DIGയുടെ അടുത്ത് പോയി, ADGPന്റെ അടുത്ത് പോയി, DGPയുടെ അടുത്ത്, എല്ലാ സ്ഥലത്തും പരാതി കൊടുത്തിട്ടും കേസ് അന്വേഷണമേ നടക്കാതിരുന്നപ്പോഴാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി പോലീസിന്റെ കുഞ്ചിക്ക് പിടിച്ചപ്പോഴാണ് ഈ അന്വേഷണത്തിൽ ഇതാരാണ് എന്നുള്ളത്, അത് റെഡ് വളണ്ടിയേഴ്സ്, അമ്പാടിമുക്ക് സഖാക്കൾ, അങ്ങനെ തുടങ്ങി അവസാനം അതെത്തി നിന്നത് നേരത്തെ റിബേഷ് എന്ന് പറയുന്ന അധ്യാപകൻ. ആ അധ്യാപകൻ DYFIയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റാണ്. റിബേഷ് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള കേസ് അവിടെ. റിബേഷിന് എവിടുന്ന് കിട്ടി ഈ സ്ക്രീൻഷോട്ട്? അത് റിബേഷ് പറയുന്നില്ല, പോലീസ് പറയുന്നത് കോടതി. അതുകൊണ്ട് കേസ് അവിടെ. സാധാരണ ഒരു പ്രതിയെ മോന് ബിരിയാണി എല്ലാം വാങ്ങിക്കൊടുത്തിട്ട് മോൻ പറയാനാ പറയല്. സാധാരണ കേസ് അന്വേഷിക്കാൻ കേരള പോലീസിന് 1 മിനിറ്റേ വേണ്ടു ഈ കേസൊക്കെ തെളിയിക്കാൻ. പക്ഷെ അത് രാഷ്ട്രീയമായ ഇടപെടലിന്റെ ഭാഗമായി പോലീസിനെ പൂർണ്ണമായും കൂച്ചുബലം കിട്ടപ്പോൾ പോലീസിന് മിണ്ടാൻ സാധിച്ചില്ല. അതു കഴിഞ്ഞ് ഞങ്ങൾ ഈ നിലപാടുകളൊക്കെ കോടതി പറഞ്ഞിട്ട് പോലും പോലീസ് ഈ കേസ് അട്ടിമറിക്കാൻ CPMന്റെ ഒത്താശയോടെ കൂട്ടുനിന്നപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആഴ്ചകൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് വരികയാണ്. കേസ് എഴുതി തള്ളിയിരിക്കും. പോലീസ് റിപ്പോർട്ടാണ്. വടകര കോടതിയിൽ പോലീസ് റിപ്പോർട്ട് കൊടുക്കുക, കേസ് എഴുതി തള്ളാൻ വേണ്ടിയിട്ട് അത് വലിയ വാർത്തയും കൊടുത്തു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഈ കേസിൽ നീതി ലഭിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് പുതിയ ഗവൺമെന്റ് വരികയാണ്. ഗവൺമെന്റ് ചാർജ് എടുത്ത് ഒരു പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല ഹോം മിനിസ്റ്ററായി അടുത്ത മണിക്കൂറിൽ ഈ കേസ്
SIT അന്വേഷണം വേണമെന്ന് അദ്ദേഹത്തെ എടുത്ത് അപേക്ഷ കൊടുത്തപ്പോൾ അതിൻ്റെ പുറത്ത് നടത്ത അന്വേഷണമാണ് ഇപ്പോൾ ആരിലെത്തിയിരിക്കുന്നത്. അത് മിഥുൻ ഭാസ്കർ ജിതിൻ ഭാസ്കറിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ഈ ജിതിൻ ഭാസ്കറിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കേസിൻ്റെ ഒരു വിഷയം ഇപ്പൊ പറയുന്നത് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ജിതിൻ ഭാസ്കർ എടുത്ത് വന്നതെന്നാണ് പറയുന്നത്. ഈ വടകര വടകര സ്ക്വാഡ് എന്ന് പറയുന്ന വാട്സാപ്പ് കൂട്ടായ്മ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും പ്രവർത്തനത്തിനും വേണ്ടി CPM ഉണ്ടാക്കിയ വാട്സാപ്പ് കൂട്ടായ്മയാണ് വടകര സ്ക്വാഡ്. അതിലാണ് ഇത് വന്നതെങ്കിൽ എന്നാണ് ഇപ്പൊ SIT ഏറ്റവും പുതിയ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ഇതിന് ധാർമ്മികമായ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഔദ്യോഗികമായി ഉണ്ടാക്കിയ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ കാഫർ സ്ക്രീൻഷോട്ട് പുറത്തു വന്നത് എന്ന് പറയുമ്പോൾ ഇതിന് മറുപടി പറയേണ്ടതും മാപ്പ് പറയേണ്ടതും ശൈലജ ടീച്ചറാണ്. അത് മാത്രമല്ല, ഇപ്പൊ ജിതിൻ ഭാസ്കറിൽ ഇത് അവസാനിച്ചു എന്ന് ആർക്കെങ്കിലും, ജിതിൻ ഭാസ്കർ ഒന്നുമല്ല, ഇത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ഇതിനപ്പുറത്ത് ഒരുപാട് ആളുകളിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. അത് എത്തുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആര് എന്നുള്ളത് പോലീസ് കണ്ടെത്തട്ടെ, SIT, ഞാൻ ആരെയും പറയുന്നില്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. നാട്ടിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരിക, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാധാരണ വടകരക്കാരെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അമ്മമാരും ഉമ്മമാരും ഒക്കെ ഭയപ്പെടുക. എന്താ കാരണം? ആരുടെ കയ്യാ ഇല്ലാതാകുക, ആരുടെ കാലാ ഇല്ലാതാകുക, ആരുടെ വീടിനാ ബോംബെറിയുക, എവിടെയാ കുഴപ്പമുണ്ടാകുക, ഇല്ലേ? വലിയ ആദിയാണ് ഇത്. കേരളത്തിൽ വേറെ എവിടെയില്ല, ഈ വടകര മേഖലയിലാണ്. അത് കൂടാതെ തനി വർഗീയം പറയാം, എന്നിട്ടൊരു കമ്മ്യൂണിറ്റിയെ പൂർണ്ണമായും ഇങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, മുൾമുനയിൽ നിപ്പിക്കുക. ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി ആർക്ക് വോട്ട് ചെയ്യണം, എന്ത് തീരുമാനിക്കണം എന്ന് CPMന്റെ തിട്ടൂരമുണ്ടെങ്കിലേ നടക്കൂ എന്ന് ആ കമ്മ്യൂണിറ്റിയെ ബോധ്യപ്പെടുത്തി ഭയപ്പെടുത്തുന്ന ഒരു ഏർപ്പാട്. അത് നടക്കില്ല. ഇവിടെ ഷാഫി വന്നപ്പോ എന്താ പ്രശ്നം? മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറ് മത്സരിക്കാൻ വന്നത് ത്രിവർണ്ണ പതാകയായിട്ടല്ലേ? കൈപ്പത്തിയല്ല ചിഹ്നം. 55,000 വോട്ട് അദ്ദേഹത്തിന് ലീഡ് കിട്ടിയപ്പോ ഇവിടെ ഒരു കുഴപ്പവും കണ്ടില്ലാലോ. K മുരളീധരൻ അദ്ദേഹവും കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ നേതാവായല്ലേ ഇവിടെ വന്ന് മത്സരിച്ചത്. അപ്പോഴും 84,000 വോട്ട് കിട്ടിയപ്പോഴും ഒരു കുഴപ്പവും കണ്ടില്ലാലോ. പിന്നെ ഷാഫി വന്നു. ഷാഫി കൈപ്പത്തിയല്ലേ ചിഹ്നം, ത്രിവർണ്ണ പതാകയായിട്ടല്ലേ വന്നത്? കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ലേ? UDF ആണെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് അല്ലേ? ആ ഷാഫി വന്നപ്പോ എന്താ പ്രശ്നം? മുല്ലപ്പള്ളി വന്നപ്പോഴില്ലാത്ത, K മുരളീധരൻ വന്നപ്പോഴില്ലാത്ത പ്രശ്നം എന്താ? ഷാഫി വന്നപ്പോൾ പേര് ഷാഫി എന്നതാ. CPM കുറെ കാലമായി ഇത് കളിക്കുന്നത്. ഇത് അവസാനിപ്പിക്കണം. ഇത് ഈ രാജ്യത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 1,14,500 വോട്ട് എന്ന് പറയുന്നത്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ CPMന്റെ കരണക്കുറ്റിക്ക് കൊടുത്ത അടിയാണ് കേരളത്തിൽ വടകരയിലെ ജനങ്ങൾ, അല്ലേ? എന്തൊക്കെ, ഞാൻ അതിലേക്കൊന്നും പറയുന്നില്ല. പേരാമ്പ്ര കൗമിന്റെ കുട്ടി വടകര വരുമ്പോ എന്താണ്, പിന്നെ മാഷാ അല്ലാ ചന്ദ്രശേഖരനെ വെട്ടിയിട്ട് വരുമ്പോ അതാ വണ്ടിക്ക് മാഷാ അല്ലാ. ഇവിടെ അഴീക്കോട് പോകുമ്പോ സിറാത്തിന്റെ പാലം. എത്ര കാലം ഇത് കളിക്കുക? ഇത് അവസാനിപ്പിക്കണം. കക്ഷി രാഷ്ട്രീയം ഒന്നുമല്ല ഇവിടെ വിഷയം. നാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ജനങ്ങൾക്ക് ഏകോദര സഹോദരന്മാരായി ജീവിക്കാനുള്ള അവസരവും അവകാശവും ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് ഈ പോരാട്ടം.